കാർഡ്ബോർഡ് ബോക്സും കോക്കനട്ട് വേസ്റ്റും വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഇതിലെല്ലാം നമ്മൾ വൈറ്റ് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോന്നിലും പല കളർ പെയിന്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നടുക്ക് യെല്ലോ കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കാം. ഇനി നമുക്കിതിന് ചുറ്റുമായിട്ട് ബ്രഷിൻ്റെ ബാക്ക് വശം കൊണ്ട് പെയിന്റ് വെച്ച് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളുടെയും നടുക്കായിട്ട് ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഡാർക്ക് ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീൻ കളറും ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. വീണ്ടും നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചെടുത്തതിന് ശേഷം നമുക്കതെല്ലാം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ രണ്ടെണ്ണം ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇതിൻ്റെ മുകളിലും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ബോക്സിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്കത് ബോക്സിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ബോക്സ് ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ചെയ്തെടുക്കുകയാണ്. രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഗ്രീൻ കളർ പെയിന്റ് നമ്മൾ ഇതുപോലെ കൊടുത്തെടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റാണ് കൊടുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ലേസും കൂടെ അതിലൊന്ന് ഒട്ടിച്ചെടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ബോയും കൂടെ നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ടൊരു സ്റ്റോണും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതെല്ലാം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലത്തെ കൊക്കനട്ട് ക്യാപ്പുകൾ വെച്ച് നമ്മുടെ ചാനലിൽ വേറെയും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ നിന്ന് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തു. ഇലകൾ ഓരോന്നും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിനിടയിലൂടെ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.